നമ്മുടെ മനസ്സിൽ എന്താണോ വിഷമം വരുന്നത്, അല്ലെ സങ്കടം വരുന്നത്, സന്തോഷം വരുന്നത് ഒക്കെ നമ്മളൊരു മൂളിപ്പാട്ടിലൂടെ ആയിരിക്കും. ഞാനും അങ്ങനെ തന്നെ. സങ്കടം വന്നാലും എനിക്ക് പാട്ട് പാടും, സന്തോഷം വന്നാലും പാട്ട് പാടും. ആ ഒരു മൈൻഡാണ്. മഞ്ജു എന്നൊരാൾ ആലുവയിലുണ്ടായിരുന്നു, ആ കുട്ടി നന്നായിട്ട് പാടിയിരുന്നു എന്ന് ഞാൻ എൻ്റെ കാലശേഷം ആരെങ്കിലും ഒക്കെ ഓർക്കണം. അത്രയ്ക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമുള്ളൂ. മതിക്കും ഈ നാട്ടിൽ ഇടത്തോട് പോലും വാറ് കിളിപ്പാട്ട് തേനായി തുളിക്കും ഈ നാട്ടിൽ. നമ്മുടെ ഇടുക്കിയിലെന്നൊക്കെ പറയുമ്പോൾ അത് കമ്പയർ ചെയ്ത് പറയുന്നതല്ല, എന്നാൽ പോലും മതിൽക്കെട്ടുകൾ കുറവാണ്. നമുക്ക് ഒരാളെ അടുത്തുള്ള വീടുകളിൽ അറിയാം. ഇവിടെ ഡെലിവറിക്ക് ചെന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളെ അറിയുമോ ചോദിച്ചാൽ ഇപ്പുറത്തെ വീട്ടുകാർക്ക് അറിയത്തില്ല. അതെനിക്ക് മാനസികമായിട്ടും പൊതുവെ മൊത്തത്തിൽ എനിക്കൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പാടി കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ പാടിപ്പിക്കുന്ന അമ്മച്ചി മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് മഞ്ജു എന്നാണ്. ആലുവയാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ ആമസോണിൻ്റെ ഡെലിവറിയുടെ ജോലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള എല്ലാവരുടെയും ഓട്ടത്തിനിടയിൽ ഇപ്പം എല്ലായിടത്തും എറണാകുളം ആയതുകൊണ്ട് ഡെലിവറി ആണല്ലോ എല്ലായിടത്തും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാനും ആ ജോലി തിരഞ്ഞെടുത്തു. ഇതിന് മുൻപ് വർക്ക് ചെയ്തിരുന്നത് അക്കൗണ്ട്സിലായിരുന്നു, ആലുവയിലായിരുന്നു. അത് ലീവിന് ശേഷം പിന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഈ ജോലി തിരഞ്ഞെടുത്തത്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡും അനിയനും മോളും പാപ്പയും ഉമ്മയും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഡ്രൈവർമാരാണ്, വണ്ടി ഓടിക്കുകയാണ്. ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയ പാട്ടുകാരിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോകുന്നില്ല, അതുകൊണ്ടാണ് ആയിരുന്നു എന്ന് പറഞ്ഞത്. കോവിഡിന് ശേഷം പ്രോഗ്രാമൊന്നും ഇല്ലല്ലോ, അങ്ങനെ വന്നപ്പോൾ ഡള്ളായിപ്പോയി. പിന്നെ ആ ഫീൽഡിൽ നിന്ന് നമുക്ക് ഒരു സമയത്ത് പിന്നെ തിളങ്ങി നിന്നിട്ട് പിന്നെ അങ്ങ് ഔട്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ അങ്ങ് ഔട്ടായിപ്പോയി എന്ന് വിചാരിക്കും. പാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ വളരെ ആഗ്രഹം. വീണ്ടും പാടണം, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, പാടണം എന്ന് തന്നെയാണ് ആഗ്രഹം. മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ, കനിവായി പൊഴിഞ്ഞുതാ മയിൽ പീലിയുന്നു നീയരികെ. ഏഴില്ലം കാവുകൾ താണ്ടി എൻ്റെ ഉള്ളിൽ നീ കൂടണയോ, എന്മാരിൽ ചേർന്നു മയങ്ങാൻ ഏഴുവർണ്ണവും നീ അണിയോ. നീലരാവുകളും ഈ കുളിരും പകരം ഞാൻ നൽകും, ആരും അറിയാതൊരു നാൾ ഹൃദയം നീ കവരും. മയിലായി ഓ മയിലായി പറന്നുവാ മഴവില്ലു തോൽക്കുമെന്നഴകേ. ഒരു 12 വയസ്സ് മുതൽ ഞാൻ ഗാനമേള പ്രോഗ്രാമിൽ പാടാൻ പോയിക്കൊണ്ടിരുന്നതാണ്. 12 വയസ്സ് മുതലായിരുന്നു സ്റ്റേജിൽ. അതായിരുന്നു എനിക്കൊരു വരുമാനം. ഗാനമേളയ്ക്കൊക്കെ പാടാൻ പോകുന്നത് തന്നെയായിരുന്നു എനിക്കൊരു വരുമാനം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചർച്ച്, കൊയർ, കല്യാണ പാർട്ടികൾ അങ്ങനെയൊക്കെ വരുന്ന ഓരോ പ്രോഗ്രാംസിൽ എല്ലാം പാട്ടിനെ ബേസ് ചെയ്ത് മാത്രമായിരുന്നു. അതായിരുന്നു എൻ്റെ വരുമാനം. കല്യാണത്തിന് ശേഷവും 10-11 വർഷത്തോളം വീണ്ടും പോയി. പിന്നെ എറണാകുളത്തിന് വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ നിന്നെല്ലാം പയ്യെ ഒന്ന് മാറിയത്. പിന്നെ കൂടുതൽ സോഷ്യൽ മീഡിയ ആയപ്പോൾ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാം കുറഞ്ഞത്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഞാനും പതിയെ അതിലേക്ക് അങ്ങ് മാറി. പിന്നെ അങ്ങനെ അപ്പോൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പാട്ടുകാരിയായി പോയി. ഇപ്പോൾ നേരത്തെ നന്നായി വന്നിട്ട് ഇപ്പം അങ്ങനെയായി. എന്നെങ്കിലും തിരിച്ചു വരണം, എങ്ങനെയെങ്കിലും തിരിച്ചു വരണം എന്നൊരു ഇതുണ്ട്, ആഗ്രഹമുണ്ട് മനസ്സിൽ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ നീട്ടി, കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എല്ലോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ, മാറോളം മുങ്ങി നിവർന്നോട്ടെ.
നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ നീട്ടി. പാട്ടാണ് എൻ്റെ ജീവനും, പാട്ടാണ് എൻ്റെ ലൈഫ്. ആ വരികളില്ലാതെ, പാട്ടുകളില്ലാതെ, പാട്ട് കേൾക്കാതെ നമ്മൾ എല്ലാവരും പാട്ട് കേൾക്കുന്ന ആളുകളാണ്. പക്ഷേ പാട്ടിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്ന, രണ്ടുപേരെങ്കിലും പാടുന്ന ആളുകൾ അത് ഇല്ലാണ്ട് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ തമാശയ്ക്ക് പറയത്തില്ലേ ബാത്റൂം സിംഗർ എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണോ വിഷമം വരുന്നത്, അല്ലെങ്കിൽ സങ്കടം വരുന്നത്, സന്തോഷം വരുന്നത് ഒക്കെ നമ്മളൊരു മൂളിപ്പാട്ടിലൂടെ ആയിരിക്കും പുറത്ത് വരുന്നത്. നമ്മൾ പൊതുവെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റുന്ന കാര്യം അത്. ഞാനും അങ്ങനെ തന്നെ. സങ്കടം വന്നാലും എനിക്ക് പാട്ട് പാടും, സന്തോഷം വന്നാലും പാട്ട് പാടും. ആ ഒരു മൈൻഡാണ്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. ഇടുക്കിയാണ് എൻ്റെ ശരിക്കുള്ള നാട്. അപ്പോൾ ഈ എറണാകുളത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇടുക്കിയിലെന്നൊക്കെ പറയുമ്പം അത് കമ്പയർ ചെയ്ത് പറയുന്നതല്ല, എന്നാൽ പോലും മതിൽക്കെട്ടുകൾ കുറവാണ്. നമുക്ക് ഒരാളെ അടുത്തുള്ള വീടുകളിൽ അറിയാം. ഇവിടെ ഡെലിവറിക്ക് ചെന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആളെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പുറത്തെ വീട്ടുകാർക്ക് അറിയത്തില്ല. അതെനിക്ക് മാനസികമായിട്ടും പൊതുവെ മൊത്തത്തിൽ എനിക്കൊരു സങ്കടമുള്ളൊരു കാര്യമാണ്. അത് ഈ ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്താൽ ആളെ കിട്ടും. ഇറങ്ങി വരുന്നത് തൊട്ടടുത്ത ഡോറിൽ നിന്നായിരിക്കും വരുന്നത്, പക്ഷെ ഇപ്പുറത്തെ ഡോറിലുള്ള ആൾക്കറിയത്തില്ല. എൻ്റെ നാടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. 1 കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് താമസിക്കുന്ന വീട്ടുപേര് പേരും പറഞ്ഞാൽ അറിയാൻ പറ്റുമായിരുന്നു. ഇവിടെ ആ ഒരു ബുദ്ധിമുട്ടാണ്. ഡെലിവറി ശരിക്കും ആ ലൊക്കേഷൻ ഉള്ളത് കൊണ്ട്, ഗൂഗിൾ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ഐറ്റമാണ് ഈ ഡെലിവറി ജോബ്സ് ഫുള്ളും. ഇപ്പം ഏകദേശം റൂട്ടുകളൊക്കെ പഠിച്ചു, കുറേ സ്ഥലങ്ങളൊക്കെ അറിയാൻ പറ്റും, അത്രയൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് റിസ്ക് ആണ്. പഴയ ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു സമയത്തേ ഉള്ളൂ നമുക്ക് അതിൻ്റെ. ഈ സിനിമാ ഫീൽഡിലൊക്കെ പറയുന്ന പോലെ ഒരു സമയത്തൊക്കെ നിന്നിട്ട് പിന്നെ ഒരു ഒതുങ്ങി മാറുന്ന വരുന്നുണ്ടല്ലോ. പുതിയ തലമുറകളൊക്കെ നമ്മളെക്കാളൊക്കെ നല്ല സിംഗേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ കുഞ്ഞു കുട്ടികളുടെ വരെയും പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒതുങ്ങിപ്പോകും. കാരണം അത്രയും നല്ല പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അവരെല്ലാവരും കയറി വരുന്നു, നമ്മൾ മാറിക്കൊടുക്കുന്നു. നിലാപ്പൊങ്കലായാലോ പാടും നീ, ഓ മഴക്കോള് കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ, ഇടത്തോട് പോലും വാറ്, കിളിപ്പാട്ട് തേനായി തുളിക്കും ഈ നാട്ടിൽ, കരിക്കാടി പോലും പാല്, തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും. ഓ നല്ല ആഗ്രഹമുണ്ട്, പാടണം വീണ്ടും ആഗ്രഹമുണ്ട്. എനിക്കൊരു ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഒരു സ്മോൾ സിംഗേഴ്സിൻ്റെ ഗ്രൂപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കുറേ സോങ്സ് എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട്. പല നാടുകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ആളുകൾ, പല നാടുകളിലുള്ള ആളുകളെ ചേർത്തുകൊണ്ട് അങ്ങനെ നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 8 മാസത്തോളമായിട്ട് ഞാൻ അതിലും സജീവമല്ല, ഒന്നിലും സജീവമല്ല. വീട്ടിലൊരു മൂളിപ്പാട്ട് പാടാനുള്ളൊരു മൈൻഡൊന്നും എനിക്ക് എന്താണെന്നറിയില്ല, വരുന്നില്ല. പിന്നെ ആകെ ഉള്ളത് ഫീൽഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ പാടി അങ്ങ് പോവാം, ആരും കേൾക്കുകയില്ല, നമുക്ക് നമ്മുടെ ആഗ്രഹവും നടക്കും. മങ്കൈ മാൻമിഴിയമ്പുകൾ വാതുളൈത്തതെന്ന്, മങ്കൈ മാൻമിഴിയമ്പുകൾ വാതുളൈത്തതെന്ന്, പാണ്ടി നാടനെ കണ്ട് എന്നുടൽ പസളെ കൊണ്ടതെന്ന്, നിലാവിലെ പാർത്ത വണ്ണം കനവിലെ തോன்றுമിന്നും
നിലാവിലെ பார்த்த வண்ணம் கனவிலே தோண்டுமின்னும் இளைத்தேன் துடித்தேன் பொறுக்கவில்லை இடையினில் மேகலை இருக்கவில்லை നറുമുഖയേ നറുമുഖയേ നീയൊരു നാഴികை നില്ലാய் செங்கனியூரிய வாழ்த்திறந்து நீயொரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் கொற்றை பொய்கையாடுகையில் ஒற்றை பார்வை பார்த்தவனும் நீயா அற்றை திங்களன் நிலவில் கொற்றை பொய்கையாடுகையில் ഒറ്റை പാർവൈ പാർത്തവനും നീയാ. എൻ്റെ അമ്മ വിളിക്കുമ്പോൾ മാത്രമാണ് എന്നെ ഫുൾ ടൈം ഇങ്ങനെ മോനെ അതൊന്ന് പഠിക്കേ, മോനെ ഇതൊന്ന് പഠിക്കേ അങ്ങനെ പറഞ്ഞിട്ട് പാടിപ്പിക്കുന്നത്. ഫോൺ വിളിക്കുന്ന സമയത്ത് ഞാൻ അമ്മ അതിങ്ങനെ ഒരു ചെറിയൊരു ഹിൻ്റ് ഇങ്ങനെ ഇട്ട് തരുന്ന ആ പാട്ടില്ലേ, എന്നിട്ട് അമ്മ ഇങ്ങനെ തെറ്റിച്ചങ്ങ് പാടും. അപ്പോഴത്തേക്ക് ഞാൻ പറയാം അതങ്ങനല്ല. അമ്മ ഇങ്ങനെ തെറ്റിച്ച് പാടുമ്പോൾ ഞാൻ പറയാം ശിവകരടമരുകലയമായി നാദം. അമ്മ അത് കറക്റ്റായിട്ട് തെറ്റിച്ചേ പാടത്തുള്ളൂ. അപ്പം ഞാൻ പാടി കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ പാടിപ്പിക്കുന്ന അമ്മച്ചി മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് ഈ ബാറ്ററി ചാർജിങ് പോലെയാണ്. അമ്മ വിളിച്ച് കഴിഞ്ഞിട്ട് കുറേ പാട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എവിടെയെങ്കിലും വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഞാൻ അമ്മയ്ക്ക് അപ്പോൾ അമ്മ പറയുന്ന പാട്ടുകളൊക്കെ ഞാൻ പാടിക്കൊടുക്കും. അമ്മയാണ് എന്നെ എല്ലാ പ്രോഗ്രാമിനും കൂട്ടുവരുന്നതും കൂടെ വരുന്നതും ഒക്കെ അമ്മയാണ്. ഇപ്പം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഒരു ഏജ് വരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ പാടാനൊരു മൈൻഡ് വരാറില്ല. ഞാനിപ്പോൾ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നതായിട്ട് വീട്ടുകാർ കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പാടാറില്ല. പിന്നെ എങ്ങനെ കേൾക്കാനാണ്? അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടും. നമുക്ക് പാത്രം കഴുകുന്ന സമയത്തോ തുണി അലക്കുന്ന സമയത്തോ കൊച്ചിൻ്റെ കൂട്ടത്തിൽ, അതുപോലെ മോളുടെ കൂട്ടത്തിലാണെങ്കിലും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒന്നും എനിക്കിപ്പോൾ അതിനുള്ളൊരു മൈൻഡൊന്നും ഇല്ല എനിക്ക്. ഞാനിപ്പം വീട്ടിൽ പാടാറില്ല. ഞാനിങ്ങനെ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ വിചാരിക്കുക അവളിങ്ങനെ പാടുമോ അങ്ങനെ വിചാരിക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ 6-7 പഠിക്കുന്ന സമയത്ത് തന്നെ പള്ളി കൊയറിൽ അങ്ങനെയൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 12 വയസ്സിലാണ് ആദ്യമായിട്ട് എന്നെ ഗാനമേളയ്ക്ക് പാടാൻ വിളിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായി സ്റ്റേജിൽ ഒരു സിനിമാ പാട്ട് പഠിച്ചിട്ട് ഞാൻ പാടുന്നത് സ്നേഹത്തിൻ പൂനുള്ളി പൂജിച്ചു ഞാൻ എൻ ജന്മം മുന്നിൽ നേദിച്ചു ഞാൻ മനസ്സിൻ്റെ വൃന്ദാവനിയിൽ ചിലമ്പിട്ടു തുള്ളും കണ്ണാ നിനക്കിതാ ജീവന്റെ തൂവെണ്ണ. ഈ പാട്ടായിരുന്നു ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത്. പിന്നെ സുജാത മാമൻ്റെ മഞ്ഞ് പെയ്യണം മരം കൊള്ളണം ആ പാട്ടുകൾ പാടി. പിന്നെ ആ സമയത്ത് ഇറങ്ങിയ മീശമാധവനിലെ എല്ലാ പാട്ടും പാടിയാണ് ഞാൻ ആ സ്റ്റേജ് പിടിച്ചെടുത്തെന്ന് പറയാം. ആ നാട്ടിലെ എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടാൻ പറ്റിയത് ആ സിനിമകളിലെ പാട്ടായിരുന്നു. അണക്കര അവിടെ ഈ പാർട്ടിയുടെ പ്രോഗ്രാം വയ്ക്കുമല്ലോ, ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം വയ്ക്കുന്നത്. ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ടൗണിൽ ആദ്യമായിട്ട് പാടുന്നത്. അന്നായിരിക്കും ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പാട്ട് പാടും അല്ലെങ്കിൽ അത്രയ്ക്ക് സ്റ്റേജിൽ പേടിയൊന്നും ഇല്ലാണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്നൊരു മുതലാണെന്ന് അന്നായിരിക്കും ചിലപ്പോൾ ആൾക്കാർ മനസ്സിലായിട്ടുണ്ടാവുക. അതിന് കാരണക്കാരി എൻ്റെ അമ്മച്ചി തന്നെയാണ്. അമ്മച്ചിയാണ് എന്നെ ഡാൻസിനും പാട്ടിനും ഒക്കെ കൊണ്ടുകൊണ്ടിരുന്ന അമ്മയായിരുന്നു. എൻ്റെ പപ്പ ആ സമയത്ത് ഞാൻ പാട്ട് പാടുമെന്നറിയാം. എനിക്ക് ടേപ്പ് റെക്കോർഡില്ല. എൻ്റെ പപ്പയാണ് പപ്പയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ടേപ്പ് റെക്കോർഡ് മേടിച്ചുകൊണ്ട് തന്നിട്ട് എനിക്ക് പാട്ട് പഠിക്കാനായിട്ടൊക്കെ വെച്ചിരുന്നു. ഞാൻ ആദ്യം പാടിക്കൊണ്ടപ്പോൾ എൻ്റെ പപ്പ അവിടെ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കി നിന്ന്. അങ്ങനെ നമ്മൾ പാടും, അത്രയ്ക്കും മ്യൂസിക്കിൻ്റെ കൂടെ പാടാൻ പറ്റുന്ന കഴിവുണ്ടെന്നൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ പപ്പയ്ക്ക് മനസ്സിലായതും ആ ഒരു ടൈമിലായിരിക്കും. അതൊക്കെ പക്ഷേ എൻ്റെ അമ്മ നേരത്തെ, അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ, അമ്മമാരാണ് പെട്ടെന്നെല്ലാം കണ്ടുപിടിക്കുന്നത്. ഇപ്പം എൻ്റെ മോളുടെ കഴിവുകളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് എനിക്ക് ആദ്യം മനസ്സിലാകത്തുള്ളൂ. പാട്ട് പാടാൻ അവൾക്ക് മേക്കപ്പ്, റാമ്പ് വാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവൾക്ക് താല്പര്യം. 1-2 ഇതിൻ്റെ മോഡലൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഇഷ്ടം അതാണെന്ന് എനിക്ക് മനസ്സിലാവും. എൻ്റെ ഇഷ്ടങ്ങൾ ഇപ്പം ആരും കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഓരോ വർഷങ്ങളും ഞാൻ നല്ലത് വരും പ്രതീക്ഷിച്ചിട്ടില്ലേ നമ്മൾ മുന്നോട്ടിങ്ങനെ പോകുന്നേ. ഈ ചിലപ്പോൾ 2026 എനിക്ക് നല്ലതാണെങ്കിലോ. പാട്ട് പഠിച്ചിട്ടില്ല, പഠിക്കാനൊരു സാഹചര്യം വന്നിട്ടില്ല. അന്നെന്ന് പറയുമ്പോൾ 50 രൂപ ഫീസായിരുന്നു ഉള്ളായിരുന്നു കൊണ്ട് പഠിക്കാനായിട്ട്. പക്ഷേ കൊണ്ട് ചേർത്തിട്ടുണ്ട്.
എൻ്റെ ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ എന്തായാലും മാഷ് 3 മാസം സംഗീതം പഠിക്കാനായിട്ട് ചെന്നു. എവിടെ സാപ്പാസ പഠിച്ചു തരുന്നതിന് മുമ്പ് മാഷ് വയ്യാണ്ടായി, അസുഖമായി, പിന്നെ മരിച്ചുപോയി. പിന്നെ എനിക്ക് അത് പാട്ട് പഠിക്കണം എന്ന് തോന്നില്ല. പിന്നെ ഗിറ്റാർ, വയലിൻ അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി ചേർന്നു. എല്ലാം പാതി വഴിയിലാണ്. അത് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഒക്കെ ഞാൻ പാതി വഴിയിലാണ്. അതുകൊണ്ട് സംഗീതം പഠിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കതിനെക്കുറിച്ച് എല്ലാം ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് കേട്ട് പഠിക്കാൻ പറ്റും. ഇപ്പം 1-2 ഡബ്ബിങ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ആ വികാരം ഉൾക്കൊണ്ട് അത് ഇപ്പോൾ സങ്കടത്തിലാണെങ്കിൽ അങ്ങനെ പറയാൻ എനിക്കറിയാമെന്നുള്ളതല്ലാതെ എനിക്കതിനെപ്പറ്റി അടിസ്ഥാനമൊന്നും അറിയത്തില്ല. ഇടരാതെ ഞാൻ ആ കൈയിൽ കൈ ചേർക്കവേ, മയിൽപ്പീലി പാളും പോലെ നോക്കുന്നുവോ, തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു മെയ്യും മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോരാത്തൊരേ പൂമാരിയിൽ മൂടട്ടെ നാം, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലിൻ ഈറൻ മുടി ചേരും നിരൻ മേലാകവേ, നീളുന്നോരേ മൺപാതയിൽ തോളോടു തോൾ പോയില്ലയോ. ചില പാട്ടുകൾ നമ്മൾ വരികൾ പോലും കേൾക്കത്തില്ലല്ലോ. ഇപ്പോൾ വൈറലായിരിക്കുന്നവൻ നമ്മുടെ വേടൻ്റെ പാട്ടുകളൊക്കെ വരികളിൽ അങ്ങനെയല്ല. ചില അട്രാക്ഷൻസ്, ചില റീൽസ് കാണുമ്പോൾ ചില മൂമെൻറ്റ്സുകളൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമാകുന്നത്. ചില വരികൾ ഒരു വലിയ പാട്ടിൻ്റെ ചെറിയ 2 വരി ട്യൂണായിരിക്കും ചിലപ്പം വൈറലാവുന്നത്. ആ വരികൾ ചിലപ്പോൾ നമുക്ക് അത്രയ്ക്കും ഫീൽ ആവുന്നതോ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതൊക്കെ ആയിരിക്കും. നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ പേഴ്സണലി നമ്മുടെ ഉള്ളിൽ കരുതിയിരിക്കുന്ന കുറേ ഓർമ്മകളിലേക്ക് നമ്മൾ പോകും. അതുപോലെ ആയിരുന്നു ഇപ്പോൾ ബസ്സിലൊക്കെ ഈ 90s 80s പാട്ടുകളൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ്, എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഒരുപാട് ചെറുപ്പകാലത്തിൽ നമ്മുടെ മധുരമായ കുറേ ഓർമ്മകളിലേക്കൊക്കെ നമ്മൾ പോകും. ചിലപ്പം പാടത്തോട് നടന്നതായിരിക്കാം, പേരയ്ക്ക പറിച്ച് തന്നതായിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. പുതിയ മിക്ക സിനിമകളിലും പഴയ പാട്ടുകളെല്ലാം കയറ്റി ചെയ്യുന്നതും ആ ഒരു ഇതിലാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ടമ്പടക്കൊക്കെ അതിനകത്ത് ചാടി എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ആ വരികളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. എൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അതിനുശേഷം അമ്മ കൂടുതലും ശോകഗാനങ്ങളാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, മനസ്സിൽ ഇങ്ങനെ വരുന്നതായിരിക്കാം. അപ്പോൾ പപ്പ പാടിക്കൊണ്ടിരുന്ന ശർക്കരപ്പന്തലിൽ തേൻ മലർച്ച് ആ പാട്ടുകളൊക്കെ ഞാനും കേൾക്കാറുണ്ട്. അമ്മയ്ക്കിപ്പോൾ അടുത്തിടെയായിട്ട് 1-2 ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ 1-2 ആഴ്ചകളായിട്ട് അമ്മ എന്നോട് പാടാൻ പറയുന്നതും പാടിപ്പിക്കുന്നതും സ്വന്തമുഖിലേ സ്വന്തമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, കണ്ണുനീർക്കുടം തലയിലേന്തി പിന്നിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ. ഫിനാൻസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് നേരം നമ്മൾ ഈ പൈസകൾക്കിടയിൽ ഇങ്ങനെ കുറേ നേരം ജോലി ചെയ്യുമ്പോഴും അത് നമുക്ക് ഭയങ്കര ഒരു മടുപ്പാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നൊരു ജോലി ചെയ്യുന്നതിനോട് എനിക്ക് നിവൃത്തികേട് കൊണ്ട് അങ്ങനെ നിൽക്കും എന്നല്ലാണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടി നടന്നൊക്കെ ചെയ്യുന്ന ഒരു ജോലികളൊക്കെയാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ സെയിൽസിനൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ.
എനിക്ക് അതിനോടൊരു ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഡ്രൈവിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഡെലിവറി ജോബ്, പിന്നെ കുറച്ച് മനസ്സിന് കുറച്ച് നമുക്ക് ഈ സാധാരണ വീടുകളിലൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേരൊക്കെ എന്തെടുക്കുന്നത് വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ പോക്കങ്ങ് പോകും അല്ലേ. അത് വേറൊന്നിനുമല്ല, അവർ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ആദ്യം അയ്യോ എൻ്റെ കുഞ്ഞെൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയല്ലോ അങ്ങനെ ഒരു പേടി നമുക്ക് വരും. പക്ഷെ അവർക്ക് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ആ ഒരു കാറ്റടിച്ചങ്ങ് പോകുമ്പോൾ ഓക്കെ ആവും. അത് എൻ്റെ ഒരു മൈൻഡ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് ചിന്തകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് മറക്കാൻ പറ്റും. കുറച്ച് പുതിയ പുതിയ കാഴ്ചകൾ, അല്ലെങ്കിൽ ഒരു പാടത്തോടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കര കുളിർമയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പറയാറുണ്ട് ഇച്ചിരി പിടപ്പ് കൂടുതലാണെന്ന്. ആ കൂടത്തിൽ എനിക്കിങ്ങനെ ഓരോരുത്തർ തീരുന്ന ഇങ്ങനെ ചെയ്യുന്ന ജോലികളിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് തിരഞ്ഞെടുത്തത്. പിന്നെ നാട്ടിൻപുറത്തെയൊക്കെ സംബന്ധിച്ച് അവിടെയൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലൊരു കുളിർമയൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷെ പുകപടലമാണ് കൂടുതലും. ടൗൺ ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു എനർജി ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഉള്ള എനർജിയൊക്കെ പോകത്തേ ഉള്ളൂ. എന്നാലും പുറത്ത് നടക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. ചൂട് കൂടുതലാണല്ലേ, പിന്നെ വണ്ടി അടിച്ച് പോകുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ജോലി എടുത്തിരിക്കുന്നത്. സ്മോൾ ഗ്രൂപ്പിൽ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്ത് അവരെ കൊണ്ട് പാടിപ്പിച്ച് നല്ലൊരു ടീം ഫോം ചെയ്ത് കൊണ്ടുവന്നിരുന്ന പിന്നീട് അതായത് നമ്മളിപ്പം ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് പാടിയിട്ടാണ് അത് പബ്ലിക്കിനെ അറിയിക്കുന്നത്. ഇപ്പം യൂട്യൂബേഴ്സും റീൽസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണല്ലോ. ഞാനും ആ ഒരു ലെവലിലായിരുന്നു. ഇപ്പം അതുമില്ല. കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലനുള്ളാൻ പോകും അഴകിന്നഴകേ. കിളിയെ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. പിന്നെ അതിനുശേഷം ഞാൻ പാട്ട് പാടാൻ പോകാൻ എനിക്കൊരു ഭയങ്കര മടിയായി. അത് പൊതുവെ നമ്മൾ ചിങ്ങമാസം പാട്ടിറങ്ങിയ സമയത്ത് റിമി ടോമിയുടെ ആ പാട്ടിറങ്ങിയ സമയം മുതൽ റിമി ടോമി സ്റ്റേജിൽ ഡാൻസ് കളിക്കുമായിരുന്നല്ലോ. അത് ആ ട്രെൻഡ് അങ്ങനെ വന്ന് ഇപ്പോൾ പാട്ട് പാടുന്ന ആളാണോ അത് ഡാൻസ് കളിക്കുന്ന ആളാണോ എന്ന് അറിയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് സ്റ്റേജ് പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നെയൊക്കെ വെച്ചിട്ട് അത് നന്നായിട്ട് ലയിച്ച് നല്ല ഇതിലങ്ങ് പാടുക എന്ന് മാത്രമാണ് എൻ്റെ ഇതിൽ. അതിൻ്റെ കൂടുതൽ ഡാൻസോടെ കളിക്കാൻ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് എനിക്കൊരു പേടി ഉള്ളിൽ. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഒപ്പം പിടിച്ചിരിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാൻ പതിയെ അങ്ങ് വലിഞ്ഞു. പിന്നെ ശ്രമിച്ചോന്ന് ചോദിച്ചാൽ ആലപ്പുഴ ഡ്രീം വേവ്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രോഗ്രാംസിന് പോയിരുന്നു. അതിന് ശേഷം പിന്നീട് ഞാൻ ശ്രമിച്ചിട്ടില്ല. സിനിമയിൽ കുറേ പാട്ടുകളുടെ കോറസ് പാടാനായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്. അത് ഏത് സിനിമയുടെയാണ് അല്ലെങ്കിൽ ഏത് പാട്ടിൻ്റെ ആണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. കാരണം ആ സമയത്ത് പറഞ്ഞു തരുന്നത് നമ്മൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഡബ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എൻ്റെ വോയിസ് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ കൊള്ളാമെന്ന് കുറേ പേര് പറഞ്ഞതിൻ്റെ ഒരിതിൽ പിന്നെ എനിക്ക് എൻ്റെതായ ഒരു വിശ്വാസമുണ്ട്. എൻ്റെ വോയിസിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റും. ഇപ്പോൾ ഡബ്ബിങ്ങിനോട് എനിക്ക് നല്ലൊരു താല്പര്യമുണ്ട്. ഡബ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം 1-2 ഇതിലിങ്ങനെ പറഞ്ഞിരുന്നു, സീരിയലിൻ്റെ ഇതിലൊക്കെ പുതിയത് വരുമ്പോൾ നമുക്ക് വിളിക്കാം, വോയിസ് കുഴപ്പമില്ല, കൊള്ളാം, അതുകൊണ്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പാട്ട് പാടുക എന്നുള്ളത് ചിലപ്പം വെള്ളിയും പിച്ചളയൊക്കെ അടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നൊരു പേടിയുള്ളത് കൊണ്ട് അതിലേക്ക് ഒരുപാട് ഇറങ്ങാനായിട്ടൊരു പേടിയുണ്ട്. എനിക്ക് കേട്ട് പഠിക്കുന്നതും നമ്മൾ അറിഞ്ഞ് പാടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ദിനം നീ കുളിത്തതും എണை തേടി എൻ சேலை துணியாலுந்தன் தலை துடைப்பாயே அது கவிதை திருடன் போல் பதுங்கியே திடீரென்று பின்னால் இருந்து என்னை நீ அடைப்பாயே அது கவிதை யாரென்னும் மணி கேட்டால் அதை சொல்லக்கூட தெரியாதே காதலனும் முடிவெளியில் கடிகார நேரம் கிடையாதே வசீகரா என் நெஞ்சினுக்க உன் பொன்மடியை தூங்கினால் போதுமதே கணம் என் கண்ணுறங்கா முன் ஜென்மங்களின் லேக்கங்கள் தீரும் நான் நேசி
சுவாசிப்பதும் சுவாசிப்பதும் உண்டையவாழ்தானே. ஏங்குகிறேன் தேங்குகிறேன் ഉന്നിനവാൽ നാനേ ഞാൻ. എനിക്കിപ്പോൾ പാട്ട് പാടാനൊരു സാഹചര്യം ഇല്ല, എനിക്കല്ലെങ്കിൽ അതിനൊരു പ്രൈവസി ഇല്ല, എനിക്കതിന് പാടാനൊരു റൂമില്ല, അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് മറ്റുള്ള സ്വരങ്ങളൊന്നും ഇല്ലാണ്ട് റെക്കോർഡ് ചെയ്തെടുക്കാനൊരു സൗകര്യമില്ല. അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളത് എന്താ പറയുന്നത്, പാടി കുളവാക്കുന്നതിൽ നല്ല വേണ്ടെന്ന് വെക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ പാടാറേ ഇല്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും. ഇപ്പോൾ ഈ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പാട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഓർത്തെടുത്ത് അപ്പം തന്നെ പാടും. ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ കൂടെ കുറേ 100,000 ചിന്തകൾ വന്നിങ്ങനെ, അപ്പം എനിക്ക് പാടാൻ പറ്റില്ല. പിന്നെ വിഷമം വരത്തേ ഉള്ളുവേ, പാടാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിൽ പാട്ടുള്ളിടത്തോളം ഞാനുണ്ടാവും, ഞാനുള്ളിടത്തോളം ഞാൻ ഈ ഫീൽഡിൽ എവിടെയെങ്കിലുമൊക്കെ ഞാനും ഉണ്ടാവും. പാട്ടിലേക്ക് തിരിച്ചു വരണം, വീണ്ടും പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, പാടണം. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളൊന്നും കിട്ടിയില്ലെങ്കിലും പബ്ലിക്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, മഞ്ജു എന്നൊരാൾ ആലുവയിലുണ്ടായിരുന്നു, ആ കുട്ടി നന്നായിട്ട് പാടിയിരുന്നു എന്ന് എൻ്റെ കാലശേഷം ആരെങ്കിലുമൊക്കെ ഓർക്കണം. അത്രയൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമുള്ളൂ. പിന്നെ എപ്പോഴും പാട്ട് കൊണ്ട് മാത്രം ഇരിക്കാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അറിയാമല്ലോ, പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ലാത്ത സിറ്റുവേഷനല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഡെലിവറി ജോബിലേക്ക് പോവുകയാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ എന്നെ കണ്ടാൽ ഒരു വാക്ക്, ഇപ്പം അത് മഞ്ജു അല്ലേ എന്ന് ചോദിച്ച് തിരിച്ചറിഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ശരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ പാട്ട് പാടുന്ന ചേച്ചിയല്ലേ എന്ന് ചോദിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരണം. ഒരുപാട് വലിയ സിംഗർ ആവണം, ഭയങ്കര ഗായികയാവണം, ഭയങ്കര ഫേമസ് ആവണം, അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല. പക്ഷേ എന്നെ അറിഞ്ഞിരുന്ന ആളുകളെങ്കിലും എന്നെ വീണ്ടും ഒന്ന് അറിയണം, തിരിച്ചറിയണം, കൂടെ നിർത്തണം എന്ന് ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. പിന്നെ കുടുംബമല്ലേ, നമുക്ക് എല്ലാത്തിലും വലുത് കുടുംബമായതുകൊണ്ട് അതിൻ്റെ ഉപജീവന മാർഗത്തിലേക്ക് വീണ്ടും പോവണം. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്ക് പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറൻമേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതും നമ്മൾ ജീവിക്കുന്നതും എല്ലാം നമ്മൾ കുടുംബത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ആ കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡെലിവറി ജോബിലേക്ക് വീണ്ടും പോവുകയാണ്. വരുമാനം കണ്ടെത്താനുള്ള മാർഗം ഇപ്പം അതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. പിന്നെന്താ, ഞാൻ ജോലിയിൽ ഞാനുണ്ടാവും, എൻ്റെ കൂടെ പാട്ടുണ്ടാവും, പാട്ടിൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. എപ്പോഴെങ്കിലും എല്ലാവരും എവിടെയെങ്കിലും വെച്ച് കാണാനും പറ്റട്ടെ എന്ന് സ്വപ്നം